അപ്പോൾ ആ വെക്കേഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് സ്കൂളിലേക്ക് എത്തി. ഇനി നമ്മൾ സ്റ്റഡി മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീണ്ടും അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു 3 ദിവസം മക്കൾക്ക് വേണ്ടി നമ്മൾ തന്നിട്ടുണ്ട് അല്ലേ? യെസ്. ആ ഒരു 3 ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടെ സെറ്റാക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പെൻഡിങ് പോർഷൻസ് ഒക്കെ ബാക്കി വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എന്താക്കുക, റെഡി ആയിട്ട് നമ്മൾ എങ്ങനെയാണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ ഈ ഒരു 3 ദിവസം കൊണ്ട് മക്കൾ എത്തുക. ഓക്കെ, അതായത് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വീണ്ടും ഓർത്തെടുത്ത് സെറ്റാക്കി വെക്കുക. അതിനുശേഷം വേണം നമുക്ക് എന്താക്കാൻ, ഇനി നമുക്കുള്ള ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടി. അപ്പം അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ആഴ്ച തന്നെ, അതായത് ഫ്രൈഡേ, ഐ മീൻ സെപ്റ്റംബർ 12 ഫ്രൈഡേ നമ്മൾ എന്താണ് നമ്മുടെ ബാച്ചിലൊക്കെ വീണ്ടും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമുക്കറിയാം ഇനി നമ്മുടെ മുന്നിൽ ക്രിസ്മസ് എക്സാമും പബ്ലിക് എക്സാമാണ്. ഇപ്പം നമ്മൾ പഠിച്ച പോലെയല്ല, ഒരുപാട് സിലബസുകൾ ഇനി നമുക്ക് തീർക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ ഇതിനെല്ലാം നമുക്കുള്ള ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമാണ്. ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം ഡിസംബർ ഒരു ഫസ്റ്റ് വീക്കിൽ നമുക്ക് ഏകദേശം ക്രിസ്മസ് എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മുന്നിൽ പഠിച്ചു തീർക്കാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ നവംബർ പകുതി വരെ, അതായത് ഒരു 2 മാസത്തോളം. ആ 2 മാസം കൊണ്ട് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 12 ഫ്രൈഡേ ആയിരിക്കും. അപ്പോൾ അതിന് മുൻപ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ സെറ്റായിട്ട് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് ഈ ഒരു 3 ദിവസം പഴയ കാര്യങ്ങളൊക്കെ പഠിച്ചതൊക്കെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ഒക്കെ ചെയ്ത് സെറ്റായിട്ടിരിക്കുക. നമുക്ക് ഉഷാറായിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ?